നല്ല ദൂരയാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും മൂത്രമൊഴിക്കാൻ മുട്ടിയാലും പോകുവാൻ സാധിച്ചു എന്ന് വരില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് വൃത്തിയില്ലാത്ത ബാത്റൂമാണ് ഉള്ളതെങ്കിലും പലരും മൂത്രമൊഴിക്കാൻ മടിക്കും. ഇത്തരത്തിൽ കുറെ നേരം മൂത്രമൊഴിക്കാതിരിക്കുന്നത് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തിരക്കേറിയ ജീവിതവും കാരണം പലപ്പോഴും മൂത്രമൊഴിക്കാതെ പിടിച്ചുവെക്കുന്ന പ്രവണത ആളുകൾക്കുണ്ട്. എന്നാൽ ഇത് മൂത്രസഞ്ചിയെ തകരാറിലാക്കുമെന്ന് അറിയാമോ? ഓരോ 3 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ മൂത്രമൊഴിച്ച മൂത്രാശയം ക്ലീൻ ആക്കണമെന്നാണ് പറയുന്നത്. നമ്മളുടെ മൂത്രാശയത്തിൽ ഏകദേശം 2 കപ്പോളം മൂത്രം പിടിച്ചു നിർത്താൻ സാധിക്കും. അതായത് ഇത്രയ്ക്ക് മൂത്രമാകണമെങ്കിൽ തന്നെ ഏകദേശം 9 മുതൽ 10 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. ഇത് ഓരോ പ്രായക്കാരിൽ വ്യത്യസ്തമായിരിക്കും. ആവശ്യമനുസരിച്ച് ചുരുക്കാനും വലിച്ചു നീട്ടാനും കഴിയുന്ന തരത്തിലാണ് നമ്മുടെ മൂത്രസഞ്ചി രൂപകൽപ്പന ചെയ്തത്. ഏറെ നേരം മൂത്രം പിടിച്ചു വെക്കുന്നത് അത്രയും സമയം മൂത്രസഞ്ചി വലിഞ്ഞ് വികസിച്ച് നിൽക്കുന്നതിന് കാരണമാകും. അതിലൂടെ മൂത്രം പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ വരുന്നതിന് കാരണമാകുമെന്ന് ഡോക്ടർ അനിൽകുമാർ ടി പറയുന്നു. ഇത് അണുബാധയ്ക്കും കാരണമാകുന്നു. കൂടാതെ മൂത്രപേശികളുടെ ശേഷി കുറയ്ക്കുക എന്നിങ്ങനെ പല പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. മൂത്രം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ പോകുന്ന അവസ്ഥയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ദീർഘനേരം മൂത്രം പിടിച്ചുവെക്കുന്നത് മൂത്രത്തിലെ ബാക്ടീരിയകൾ പെറ്റുപെരുകാൻ കാരണമാകും. ഇതാണ് പ്രധാനമായും മൂത്രത്തിൽ അണുബാധയ്ക്ക് കാരണമാകുന്നത്. പനി, കുളിരും വിറയിലും, മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും വേദനയും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വല്ലപ്പോഴും മൂത്രം പിടിച്ചുവെച്ചു എന്ന് കരുതി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നത് അണുബാധയ്ക്ക് കാരണമാകും.